സിമിലർ ആണ്, പ്രോബ്ലം സബ് പ്രോബ്ലം ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരി. പക്ഷെ അവിടെയും കുറച്ച് ഡിഫറൻസസ് രണ്ടും തമ്മിലുണ്ട്. ഒന്ന് ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്, ഒന്ന് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. ഒന്നിൽ രണ്ട് പ്രോബ്ലംസും ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകറിലാണെങ്കിൽ എല്ലാ സബ് പ്രോബ്ലംസും ഇൻഡിപെൻഡന്റ് ആണ്, ആരുമായിട്ട് ബന്ധമില്ല. പക്ഷെ ഡിവൈഡ് ആൻഡ് കോൺകർ എടുക്കുകയാണെങ്കിൽ അവിടെ സബ് പ്രോബ്ലംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപെൻഡന്റ് ആണ്. അങ്ങനെ കുറെ കമ്പാരിസൺസ് പഠിച്ചു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വേറൊരു അൽഗോരിതം ഡിസൈനിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ബാക്ക് ട്രാക്കിംഗ്. ഈ ബാക്ക് ട്രാക്കിങ്ങിനെ കുറിച്ച് ഞാൻ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ കൊണ്ട് ബാലരമയിലും നമ്മൾ അതിലൊക്കെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പൂച്ചക്കുഞ്ഞിന് എൻ്റെ അമ്മയുടെ അടുത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പസിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ പസിൽസ് നമ്മൾ എങ്ങനെയാ ചെയ്യാറ്? നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ, ഇപ്പൊ വലുതാകുമ്പോൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും ഇന്ന രീതിയിലാണ് പോകേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ബട്ട് വെനെവർ വി ആർ സ്മോൾ, നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് അറിയില്ല എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ല. സോ വി റാൻഡംലി ചൂസ് എ പാത്ത്. ഓക്കെ, ഒരു പാത്ത് നമ്മൾ റാൻഡം ആയിട്ട് അങ്ങ് ചൂസ് ചെയ്ത് ഒരിടത്തുനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റാൻഡം ആയിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നീഡ് ടു റീച്ച് അറ്റ് ദ ഡെസ്റ്റിനേഷൻ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് പെൻസിൽ വെച്ച് ഒരു വര വരച്ച് നമ്മളിങ്ങനെ ആ കാണുന്ന വഴി കൂടെയൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ സപ്പോസ് നിങ്ങൾ പോയി അവസാനം ചിലപ്പോൾ നിങ്ങളൊരു ഡെഡ് എൻഡിലായിരിക്കും വന്ന് പെടുക. ഡെഡ് എൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നമുക്ക് വേറെ പാത്തില്ല, അവിടെ നിന്ന് പിന്നെ സൊല്യൂഷനിലേക്ക് ഒരു രീതിയിൽ എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് പുറകോട്ട് വന്നിട്ട് നമുക്ക് വേറൊരു വഴി കാണുന്നത് വരെ നമ്മൾ പുറകു വന്നിട്ട് വേറൊരു വഴി കണ്ടു കഴിയുമ്പോൾ ആ വഴി കൂടെ പോയി നോക്കും. അതും ചിലപ്പോൾ ഡെഡ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ബാക്കിലേക്ക് വന്ന് വേറൊരു ഓൾട്ടർനേറ്റീവ് പാത്ത് ആകുമ്പോൾ then only we will move. So like that we will move together. We will move. അങ്ങനെ മൂവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? At last we will reach the destination. 1 minute. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡൈനാമിക് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ആ ഒരു രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. സോ നൗ വി വിൽ സ്റ്റഡി സം ഇൻ ഡീറ്റെയിൽ. അതായത് ബാക്ക് ട്രാക്കിംഗ് നമ്മുടെ ഒരു അൽഗോരിതത്തിന്റെ കേസിൽ ഒരു ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. Mainly, first of all, we want to check which type of problem can be solved by using the backtracking method. Backtracking method വെച്ചിട്ട് നമ്മൾ ഏത് ടൈപ്പിലുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഒപ്റ്റിമൽ സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ്. ഈ ഒരു മെത്തേഡ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. We want to find out an optimal solution. So you know what is the meaning of an optimal solution? എന്താണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. എന്താണ്? അവിടെ നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ, നമ്മൾ ഗ്രീഡി മെത്തേഡ് പഠിച്ചപ്പോഴും ഇതേ സ്റ്റൈലാണ് പഠിച്ചത്. ദർ വിൽ ബി എ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ നമ്മൾ ഇവിടെ ബാക്ക് ട്രാക്കിങ്ങിൽ പറയുന്ന പേരാണ് ബൗണ്ടിങ് ഫംഗ്ഷൻ or ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ. പക്ഷെ അവിടെ നമ്മൾ പഠിച്ച ഫംഗ്ഷന്റെ പേരെന്തായിരുന്നു? ഇൻ ദ കേസ് ഓഫ് ഗ്രീഡി മെത്തേഡ്, the main function that we want to optimize is called, do you remember? You write in chat box what was the answer. Greedy method പഠിച്ചപ്പോൾ അവിടെ നമുക്കൊരു ഫംഗ്ഷൻ, ദാറ്റ് ഈസ് we need to either maximize or minimize a particular function. ആ ഫംഗ്ഷന് പറഞ്ഞ പേരെന്താന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. യാ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. വെരി ഗുഡ്. അവിടെ നമ്മൾ ആ ഫംഗ്ഷന് പറയുന്ന പേര് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ബാക്ക് ട്രാക്കിങ്ങിന്റെ കേസിൽ നമ്മൾ ആ ഫംഗ്ഷന് പറയുന്ന പേര് ബൗണ്ടിങ് ഫംഗ്ഷൻ ഓർ ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ. പേര് രണ്ടും രണ്ടാന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എവിടെ ഏത് പേരാണ് യൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു ബൗണ്ടിങ് ഫംഗ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ ഉണ്ട്. നിങ്ങളുടെ എയിം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് സൊല്യൂഷൻ കാണണം. ചിലപ്പോൾ ഒരു സൊല്യൂഷൻ കാണുക എന്നുള്ളതായിരിക്കും. ചില ടൈപ്പ് പ്രോബ്ലത്തിന് ഒരൊറ്റ സൊല്യൂഷനേ ഉണ്ടാകുള്ളൂ. പക്ഷെ ചില ടൈപ്പ് പ്രോബ്ലത്തിന് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് കൺസ്ട്രെയിൻസസ് പറയും.
എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്. സോ യു വിൽ സ്പെസിഫൈ എ ലോട്ട് ഓഫ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസിൽ നമ്മൾ ആ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസിനെ കാണണം. That is, either we need to find out a solution or a set of solution for an optimal solution. That optimal solution which satisfies certain constraints. ഓക്കെ, കുറേ കൺസ്ട്രെയിൻസ്, നമുക്ക് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. ആ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒന്നുകിൽ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ദ ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ്. അപ്പോൾ ആക്ച്വലി അതും ഏത് കാറ്റഗറിയിലുള്ളതാണ്? ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു എയിമാണ് ഈ ഒരു മെത്തേഡിലും ഉള്ളത്. അപ്പോൾ ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ് വെച്ചിട്ട് വി ക്യാൻ സോൾവ് ഓർ വി ക്യാൻ ഫൈൻഡ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഇനി ഇതിന്റെ സൊല്യൂഷൻ, ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? Here also we will provide n inputs. ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ പ്രോബ്ലത്തിൽ n ഇൻപുട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ n ഇൻപുട്സിന്റെ ബേസിലാണ് we will specify the solution. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ n ഇൻപുട്ട് ഉണ്ടെങ്കിൽ we will represent the output of the solution as n tuple. So you know what is the meaning of a tuple. Whenever you study the database management system, you imagine a table. A table may consist of different attributes. So if you take a row of the table, you can see that different values are there for that particular row. ഒരു row, ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ഒരു ടേബിൾ നിങ്ങൾ എടുക്കുക. ആ ടേബിളിൽ 3 ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ, സ്റ്റുഡന്റിന്റെ നെയിം, സ്റ്റുഡന്റിന്റെ ഫോൺ നമ്പർ. Okay, so if you take each and every row of that table, you can see that corresponding to each roll number, corresponding to each row, you can see a roll number, you can see a name, you can see a phone number. So that is a tuple. For example, roll number 1, Anju, number is 1 2 3 4 5 6. That may be her number. So if you take that row, first row, the tuple represent 3 attributes. ഓക്കെ, അപ്പൊ 3 ആട്രിബ്യൂട്ട് ചേർന്നതാണ് ഒരു റോ എന്ന് പറഞ്ഞാൽ. അതിനെ നമുക്കൊരു 3 tuple ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. 3 tuple means 3 values are there if you take the first row. Second row in the case എന്താണ്? Again you can see 3 tuples. That is 3 attributes are there. അതിന്റെ first value, roll number 2, first value. Second value may be Manju. Third value may be 5 6 7 8 9. That may be her roll number. അപ്പോൾ അങ്ങനെ ഒരു ടേബിളിൽ ഓരോ റോയും നിങ്ങൾ എടുത്താലും അതിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്? വിത്ത് റെസ്പെക്ട് ടു അവർ എക്സാമ്പിൾ 3 values will be there. ആ 3 വാല്യൂയിൽ ഓരോ വാല്യൂ ഓരോ കാര്യങ്ങളെയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ അതിന്റെ റോൾ നമ്പർ പറയുന്നു, സെക്കൻഡ് വൺ അതിന്റെ നെയിം പറയുന്നു, ആൻഡ് ദ തേർഡ് വൺ ഇറ്റ് റെപ്രസെന്റ് ദ ഫോൺ നമ്പർ. സോ ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് എ ട്യൂപ്പിൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മളുടെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? n ട്യൂപ്പിൾസ്, n വാല്യൂസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഈ n വാല്യൂസ് എന്ന് പറയുന്നതിന് x1 x2 x3 അപ് ടു xn. ഓക്കെ, ഇനി ഈ ഓരോ വാല്യൂസും എവിടെ നിന്ന് നമ്മൾ എടുക്കും? ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു ടേബിൾ ആണെന്നുണ്ടെങ്കിൽ റോൾ നമ്പറിന് വരാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1 to 47. കാരണം അത്രയും പിള്ളേരെ നിങ്ങളുടെ ക്ലാസ്സിലുള്ളൂ. ആ സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് റോൾ നമ്പർ എടുക്കാൻ പറ്റുള്ളൂ. നെയിം, ദ പീപ്പിൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്, നിങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ നെയിംസ് മാത്രമേ അതിന് വരാവുള്ളൂ. അപ്പോൾ അതിൽ ഓരോ ആട്രിബ്യൂട്ടിനും എവിടെ നിന്ന് ഏത് സെറ്റിൽ നിന്ന് വാല്യൂസ് എടുക്കാം? ഇറ്റ് ക്യാൻ ബി ടേക്കൺ ഓൺലി ഫ്രം എ കോമൺ സെറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ബാക്ക് ട്രാക്കിങ്ങിന്റെ ഒരു പ്രോബ്ലം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇഫ് യു ആർ ഗോയിങ് ടു സോൾവ് ദാറ്റ് പ്രോബ്ലം യൂസിങ് ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ്, അവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടുത്തെ നമ്മളുടെ ഔട്ട്പുട്ട്, നമ്മളുടെ സൊല്യൂഷൻ, നമ്മളുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ, ദാറ്റ് ഇസ് റെപ്രസെന്റഡ് ആസ് n tuple x1 x2 up to xn. Okay, ini or each xi values are taking value from a set that is called si എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൊല്യൂഷൻസ് ഒരു സ്പേസ് ഉണ്ട്, സൊല്യൂഷൻ സ്പേസ്. അവിടെ നിന്ന് മാത്രമേ നമ്മൾ വാല്യൂസ് ഓരോ എക്സൈക്കും വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. Then we have our aim is we want to find out either one solution or a set of solution that either maximize, minimize or satisfy the objective function which is called criterion function or bounding function. അപ്പോൾ നമ്മളുടെ എയിം എന്തായിരിക്കും? നിങ്ങളൊരു പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിൽ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ you need to find out a maximal, that is a value that maximize the criterion function. ആ ക്രൈറ്റീരിയൻ ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രൈറ്റീരിയൻ ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പൊ ഈ 3 കാറ്റഗറിയിൽ എന്തെങ്കിലും ആകാം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഔട്ട്പുട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യം. either maximize,
minimize or satisfy a function which is called a criterion function. അത് നമ്മൾ p x1 to xn എന്ന് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന് ക്ലിയർ ആയോ? ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ മെത്തേഡ് ഫോർ സോൾവിങ് എ പ്രോബ്ലം to find out an optimal solution. Here the solution vector അല്ലെങ്കിൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് represented as n tuple x1 to xn. ഞാൻ പറഞ്ഞു നമ്മുടെ ഇൻപുട്ടിൽ എത്ര നമ്മുടെ പ്രോബ്ലത്തിന് ഇൻപുട്ട് കൊടുക്കുമ്പോൾ എത്ര ഇൻപുട്സ് ഉണ്ടോ ആ സൊല്യൂഷൻ വെക്ടർ, അതായത് സൊല്യൂഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ആ ഓരോ ഇൻപുട്ടിനും സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ x1 to xn n ട്യൂപ്പിൾ ആയിട്ടാണ് സൊല്യൂഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിൽ ഓരോ xiയും എടുക്കുന്ന വാല്യൂസ് ഒരു സെറ്റിൽ നിന്ന്, ഒരു സെറ്റ് ഉണ്ട്, ഒരു മെയിൻ സെറ്റ് ഉണ്ട്, അതിൽ നിന്ന് മാത്രമേ അവർ വാല്യൂസ് എടുക്കുകയുള്ളൂ. ഓക്കെ, ഇറ്റ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്, ഇൻഫിനിറ്റ് അല്ല, ഒരു കൗണ്ടബിൾ സെറ്റ് ആണ്. അതിലുള്ള വാല്യൂസ് മാത്രമേ ഈ ഓരോ xi വാല്യൂസും എടുക്കുകയുള്ളൂ. Then what is your aim? In backtracking method, we want to find out a solution that is either one solution or one or more solution. ചിലതിന് ഒരൊറ്റ ഔട്ട്പുട്ടേ ഉണ്ടാകുള്ളൂ, ചിലതിന് ഒരുപാട് ഔട്ട്പുട്ട് ഉണ്ടാകും. That either maximize, minimize or satisfy a criterion function which can be represented as p of x1 to xn. അപ്പോൾ p എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ബൗണ്ടിങ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷനകത്ത് എത്ര ഇൻപുട്ട് ഉണ്ടാകും? ആ ഫംഗ്ഷന്റെ അകത്ത് n ഇൻപുട്സ് ഉണ്ടാകും. സോ ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ദിസ്. അതാണ് എന്തിന്റെ മീനിങ്? ബാക്ക് ട്രാക്കിംഗ് മെത്തേഡിന്റെ മീനിങ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങളുടെ ബുക്കിനകത്ത് നിങ്ങൾ 5 എലമെന്റ്സ് ഉള്ള ഒരു അറേ വരച്ചേ. യു ജസ്റ്റ് ഡ്രോ ആൻ അറേ വിച്ച് കൺസിസ്റ്റ് ഓഫ് 5 എലമെന്റ്സ്. So here also I am trying to draw an array. Okay, this is my array. Let it consist of 5 elements. So you just put 5, 1, 2, 3, 4, 5. Okay, and you write the index 1, 2, 3, 4, 5. Clear? Then you write some values inside the array. So I am also writing some values. Let it be 9. Let it be 10, 7, 11, 8. So what you have to do is you just draw an array which consists of 5 elements. You write the index 1, 2, 3, 4, 5 and let the numbers be 9, 10, 7, 11 and 8. After completion, you just raise your hands. So you write the heading. You take a new page, module 3. The first topic is backtracking. And you just write one example. Write this example. You draw this array. You write these values inside the array. And you give the index names also. So you know what is the meaning of an index. Here the red color specifies the index. That is the position. The yellow color represents the value inside that position. After completion, please raise your hands. Okay. What about others? Ansar, Hema, Joel, Kavya, and Kavya. So suppose that I want to sort these numbers in ascending order. So you sort the numbers in ascending order. And you also write the index.
So first you sort the numbers in ascending order. ആദ്യം ഈ നമ്പേഴ്സിനെ സോർട്ട് ചെയ്തെന്ന്. So that is my aim. അതാണ് എൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്പേഴ്സിനെ സോർട്ട് ചെയ്യണം സച്ച് ദാറ്റ് നിങ്ങൾ സാധാരണ സോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് എന്താ ഔട്ട്പുട്ടാ തരിക? യു വിൽ ഗീവ് യു ദ വാല്യൂസ് അല്ലേ? അതായത് സോർട്ടിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണത് മിസ്സേ സോർട്ടിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ 7, 8, 9, 10, 11 ആണ് മിസ്സേ എന്ന് പറയും. ബട്ട് ഹിയർ ഐ ഡോണ്ട് വാണ്ട് ദ വാല്യൂസ്, ഐ വാണ്ട് ദ ഇൻഡീസസ്, ഇൻഡെക്സ് വാല്യൂസ്. എനിക്ക് ഇൻഡെക്സ് വാല്യൂസ് സോർട്ടഡ് ഓർഡറിൽ എഴുതണം ഔട്ട്പുട്ടായിട്ട്. അതായത് ഇതിലെ ദാറ്റ് മീൻസ് ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ 7 ആണ്. അത് ഏത് ഇൻഡെക്സ്? അപ്പൊ ആദ്യം എനിക്ക് ഐ ക്യാൻ റെപ്രസെന്റ് ദ ഔട്ട്പുട്ട് ആസ് ഹൗ മെനി ട്യൂപ്പിൾസ്? ഐ ക്യാൻ റെപ്രസെന്റ് ദ വാല്യൂസ് ആസ് 5 ട്യൂപ്പിൾസ്. കാരണം ഇവിടെ 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 5 നമ്പേഴ്സിന് എനിക്ക് സോർട്ട് ചെയ്യണം. 5 നമ്പേഴ്സ് സോർട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ വാല്യൂസ് അല്ല ഞാൻ അവിടെ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഐ നീഡ് ടു റൈറ്റ് ദ ഇൻഡീസസ് ഓഫ് ദാറ്റ് വാല്യൂസ്. ആ വാല്യൂസിന്റെ ഇൻഡെക്സ് ആണ് എനിക്ക് എഴുതേണ്ടത്. അപ്പൊ x1 ഉദ്ദേശിച്ചത് ഏറ്റവും ചെറിയ നമ്പർ ഇതിൽ ഏതാണ് അതിന്റെ ഇൻഡെക്സ്. x2 ഉദ്ദേശിച്ചത് അതിനടുത്ത നെക്സ്റ്റ് ഹയസ്റ്റ് വാല്യൂ ഏതാണ് അതിന്റെ ഇൻഡെക്സ്. വാല്യൂ അല്ല, വാല്യൂവിന്റെ ഇൻഡെക്സ്. Like that, x3 represent the index of the third smallest one, fourth, fifth, like that. So if I'm writing the result, how I can represent the output, that is the solution. എത്ര ട്യൂപ്പിൾ ആയിരിക്കും? ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതിക്കേ, എത്ര ട്യൂപ്പിൾ ആയിരിക്കും? 5 ട്യൂപ്പിൾ. എന്തുകൊണ്ടാണ് 5 ട്യൂപ്പിൾ എന്ന് ഞാൻ എൻ്റെ സൊല്യൂഷൻ 5 ട്യൂപ്പിൾ വേണ്ടി വരുന്നത്? എനിക്ക് വേണ്ടത് 5 നമ്പേഴ്സ് ഞാൻ തന്നിട്ടുണ്ട്, ഒരു അറയിൽ 5 നമ്പേഴ്സ് ഞാൻ തന്നിട്ടുണ്ട്. ഈ 5 നമ്പേഴ്സിനെ എനിക്ക് സോർട്ട് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. സോർട്ട് ചെയ്യുമ്പോൾ ഞാൻ എഴുതുന്ന ഔട്ട്പുട്ട് 5 നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് വേണം. സോ ഐ വിൽ റെപ്രസെന്റ് ദ വാല്യൂസ് ആസ് 5 ട്യൂപ്പിൾസ്. അപ്പൊ ഈ 5 ട്യൂപ്പിൾസിൽ ഓരോ ഡാഷ് ഞാൻ 5 ഡാഷ് ഇവിടെ ഇട്ടിട്ടുണ്ട്. Tuple usually represented in bracket separated by commas. So 5 spaces are provided. But what will be the values you will write here? What will be the values you will write here? Whether you will write 7, 8, 9, 10? Yes or no? No. You will write the index. നിങ്ങൾ വാല്യൂസ് അല്ല എനിക്കിപ്പോ വാല്യൂ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനിൽ നിങ്ങൾ എനിക്ക് ആൻസർ തരേണ്ടത് ഇൻഡെക്സ് ഓഫ് ദ ith സ്മോളസ്റ്റ് വാല്യൂ. അപ്പൊ നിങ്ങൾ പറയും 7, 8, 9, 10, 11 ആണ് മിസ്സേ അതിന്റെ ഔട്ട്പുട്ട്. പക്ഷെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ അതിന്റെ വാല്യൂസ് അല്ല, ആ വാല്യൂസ് കിടക്കുന്ന ഇൻഡെക്സ്. സോ ക്യാൻ യു റൈറ്റ് ദ വാല്യൂസ്? ഇതിന്റെ ഔട്ട്പുട്ട്, അതായത് ഇതിന്റെ സൊല്യൂഷൻ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? You can write in chat box the output I am expecting. All of you can write. ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇവിടെ ഈ നമ്പേഴ്സിനെ സോർട്ട് ചെയ്യണം, അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. അപ്പോൾ സാധാരണ ഞാൻ സോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തെ എലമെന്റ്സിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് 7, 8, 9, 10, 11 അതാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ ചോദിക്കുന്നത്, എനിക്ക് വേണ്ട ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ദ എലമെന്റ്. I need the indices, index of the numbers. So some of them are writing the answers. What about others? So I will write the answer. What is the answers are ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഇതിൽ 7 ആണ്. 7 എവിടെയാ കിടക്കുന്നത്? തേർഡ് ഇൻഡെക്സിൽ. നെക്സ്റ്റ് ഹയസ്റ്റ് വൺ 8 ആണ്. 8 is in the fifth index. Next highest one is 9, that is in the first index. Then comes the second index, number 10, and then comes the fourth index, that is the 11. So this is my answer. So how many solutions is there for this problem? Only one solution. അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞതിന് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ.
ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അതിന് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഡിപ്പെൻഡ്സ്, പ്രോബ്ലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതിന് ഒരേ ഒരു രീതിയിൽ ഇതിനെ സോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രോബ്ലത്തിന് ഓൺലി വൺ വേ ഇസ് ദെയർ ടു സോൾവ്. അപ്പൊ സോർട്ട് ചെയ്തപ്പോൾ അതിന്റെ ഇൻഡെക്സ് എത്രയായിരുന്നു എന്നുള്ളത് നിങ്ങൾ എനിക്ക് എഴുതി തന്നു, 3, 5, 1, 2, 4. ഓക്കെ, ദെൻ മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ഓരോ എക്സൈസും എവിടെ നിന്നാണ് വാല്യൂസ് എടുത്തത്, ഏത് സെറ്റിൽ നിന്നാണ് വാല്യൂസ് എടുത്തത്? x1, x2, x3, x4, x5 വാല്യൂസ് എടുത്തത് എന്തിൽ നിന്നാണ്? ആകെ 5 ഇൻഡെക്സ് അല്ലേ ഉള്ളൂ, ഇതിൽ ഏതെങ്കിലും ഇൻഡെക്സ് ഇതിന് വാല്യൂസ് വരാൻ പറ്റുള്ളൂ. സോ വാട്ട് ഇസ് എസ് ഐ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 1, 2, 3, 4, 5 ഈ 5 എലമെന്റ്സിന്റെ സെറ്റ്. അപ്പോൾ ഓരോ എക്സൈസും വാല്യൂ എടുക്കാവുന്നത് എവിടെ നിന്നാണ്? ഇറ്റ് ക്യാൻ ഓൺലി ടേക്ക് വാല്യൂസ് ഫ്രം ദിസ് സെറ്റ്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ആൻസറിലും അതുപോലെ തന്നെ ഓരോ വാല്യൂസും എക്സൈ വാല്യൂസ് എടുത്തേക്കുന്നത് ഈ ഒരു സെറ്റിൽ നിന്നാണ്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, നമ്മൾ ഒരു വാല്യൂസും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഒത്തിരി കൂടും, അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് ശരിക്കും എത്ര കോമ്പിനേഷൻസ് 1, 2, 3, 4, 5 വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം? 1, 2, 3, 4, 5, 1, 2, 3, 5, 4 അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കാവുന്ന എല്ലാ കോമ്പിനേഷനും കൂടെ പറയുന്ന പേരാണ് സൊല്യൂഷൻ സ്പേസ്. സൊല്യൂഷൻ സ്പേസ്. ഓക്കെ, അതായത് ആ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ കോമ്പിനേഷനും കൂടെ പറയുന്ന പേരാണ് സൊല്യൂഷൻ സ്പേസ്. അപ്പൊ സൊല്യൂഷൻ സ്പേസ് ഓഫ് അവർ പ്രോബ്ലം എന്ന് പറയുമ്പോൾ 5 ട്യൂപ്പിൾസ്, അതായത് ഈ നമ്പേഴ്സ് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന എല്ലാ കോമ്പിനേഷൻസും 1, 2, 3, 4, 5 വെച്ച് ഉണ്ടാക്കാവുന്ന എല്ലാ കോമ്പിനേഷൻസിന്റെയും കൂടെ കളക്ഷൻ പറയുന്ന പേരാണ് സൊല്യൂഷൻ സ്പേസ്. പക്ഷേ നമ്മളുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതിൽ ഒരേ ഒരാളേ ഉള്ളൂ, അത് ഏതാളാണ്, ഏത് കോമ്പിനേഷൻ ആണ്? ദിസ് വൺ, ദാറ്റ് ഇസ് 3, 5, 1, 2, 4 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ മാത്രമേ നമ്മളുടെ ആൻസർ ആകുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഈ ആൻസറിന്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഇസ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓർ ദാറ്റ് ഇസ് ദ ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ. ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ എന്താണ്? ദിസ് വൺ ഇസ് ദ ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ. വാട്ട് ഇസ് ഇറ്റ്? വെൻ വി ടേക്ക് ടു കോൺസിക്യൂട്ടീവ് xi values, the content, that is the value inside that index will be, the left side will be less than or equal to the right side. അതായത് നിങ്ങൾ ഇവിടുത്തെ 2 എലമെന്റ്സ് എടുക്കുക, ഇതാണ് എന്റെ ആൻസർ. ആക്ച്വലി ആൻസർ ഇതാണ്. ഇത് ആൻസർ എന്ന് പറയാൻ കാരണം എന്താണ്? ഈ ഒരു ട്യൂപ്പിൾ മാത്രമേ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. എന്താണ് ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ? ഇതിൽ ഏതെങ്കിലും അടുത്തടുത്തുള്ള 2 ഇൻഡീസസ് എടുക്കുക. ഇതിനെ xi, ഇത് xi പ്ലസ് 1. റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലസ് 1 എന്നല്ലേ പറയുന്നത്. ഇത് xi, ഇത് xi പ്ലസ് 1. ഈ 2 എലമെന്റിലുള്ള നമ്പേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്തേ. a of 3യും a of 4ഉം ഈ ക്വസ്റ്റ്യനിൽ കമ്പയർ ചെയ്തേ. a of 3 എന്ന് പറഞ്ഞാൽ 7, a of 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11, സോറി a of 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8. അപ്പോൾ 7 ഈസ് ലെസ് ദാൻ 8. അതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്ത 2 നമ്പേഴ്സിനെ നോക്കിക്കേ. ഇവിടെ xi എന്ന് പറഞ്ഞാൽ a of 5ഉം a of 11ഉം തമ്മിൽ കമ്പയർ ചെയ്തേ. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ആൻസറിലെ അടുത്തടുത്ത 2 ഇൻഡെക്സിലുള്ള വാല്യൂസിനെ നോക്കുകയാണെങ്കിൽ always the value in the left index will be less than or equal to value in the right index. That was my objective function or criterion function or bounding function. അപ്പോൾ 1, 2, 3, 4, 5ന്റെ കോമ്പിനേഷൻ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഒരുപാട് 5 ട്യൂപ്പിൾസ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ആ 5 ട്യൂപ്പിൾസിന്റെ എല്ലാത്തിന്റെയും കൂടെ കോമ്പിനേഷനെ നമ്മൾ പറയും, അല്ലെങ്കിൽ എല്ലാത്തിന്റെയും കൂടെ സെറ്റിനെ we will call it as the solution space. ഈ സൊല്യൂഷൻ സ്പേസിലെ നമ്മളുടെ എക്സാമ്പിളിൽ ഒരേ ഒരാൾ മാത്രമേ ഈ ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. വാട്ട് ഇസ് ദ ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ? A is the let A be. അപ്പൊ A ആരാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. A is the name of my array. എന്റെ അറേയുടെ പേരാണ് A. അപ്പോൾ A of xi, the criterion function is A of xi less than or equal to A of xi plus 1. എന്റെ അറേയുടെ ഞാൻ ഈ പറഞ്ഞ പോലെ 3യും 5ഉം അല്ലെങ്കിൽ 5ഉം 1 അല്ലെങ്കിൽ 1ഉം 2ഉം അല്ലെങ്കിൽ 2 of xi plus 1, which is my bounding function, and only one solution is satisfying that bounding function. That is called the optimal solution for this problem. അപ്പോൾ എൻ്റെ ഈ സൊല്യൂഷന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് മാത്രമേ എൻ്റെ ഈ ഒരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ.
Okay, so that is the concept of that is the introduction part about the backtracking. അപ്പോൾ ബാക്ക്ട്രാക്കിങ്ങിൽ ഇതുവരെയുള്ള പറഞ്ഞ കാര്യത്തിൽ ക്ലിയർ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുള്ളൂ. ഒരു ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ബാക്ക്ട്രാക്കിംഗ് മെത്തേഡ്. ബാക്ക്ട്രാക്കിംഗ് മെത്തേഡിന്റെ പ്രത്യേകത, എന്ത് തരത്തിലെ പ്രോബ്ലമാണ്, ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ either we need to find out, that is depends on the problem. For certain types of problems there will be only one solution, but for certain other types we can find more than one solution. Then we will represent the output as n tuple. Each exercise, for example x1 x2 up to xn, that is the way how to represent the output. Each exercise will take values from a set, that is si. Then there's a function that is called a bounding function or a criterion function. Our aim is that we need to find out a solution that satisfies the criterion function. That means satisfy means that either it maximize or minimize or satisfy the criterion function. So that is the ultimate aim of this problem. Then I gave you one simple example of sorting 5 numbers, and you already find out that the result, and you represent the output as 5 tuples in which each of the xi took values from 1 to 5, and from the 1 to 5 you can make a lot of numbers, combinations of 1 to 5. Its collection is called a solution space, in which in our problem the bounding function was represented by this equation, and there is only one solution that satisfies the bounding function, which is our output, and this was the output you identify. Okay, so that's about the first part of introduction. The second thing we have to tell is that when I started the concept of backtracking, I said that we have to find out either one solution or more than one solution that satisfy the constraint. ബാക്ക്ട്രാക്കിംഗ് മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടപ്പോൾ അവിടെ നിങ്ങളുടെ എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കണ്ടീഷൻസ് പറയുന്നത് ഞാൻ പറഞ്ഞു. അതിന്റെ കണ്ടീഷൻസ് ഇസ് ഓൾസോ നോൺ ആസ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ കാണുക എന്നാണ് നമ്മളുടെ എയിം. യു ക്യാൻ ഡിവൈഡ് ദ കൺസ്ട്രെയിൻസ് ഇൻ ടു കാറ്റഗറീസ്. 2 രീതിയിലുള്ള കൺസ്ട്രെയിൻസ് ഉണ്ട്. The first one is called explicit constraint and the second one is called implicit constraint. Okay, this is very important question, and you just put an important mark on your book. Types of constraints. 2 രീതിയിലെ കൺസ്ട്രെയിൻസ് ആണ് ബാക്ക്ട്രാക്കിംഗിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിന്റ്, സെക്കൻഡ് വൺ ആണ് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിന്റ്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് പറയേണ്ടത്. അപ്പോൾ കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ ഇത്ര ഓർക്കുക, ദേ ആർ സെറ്റ് ഓഫ് റൂൾസ്. ഓക്കെ, റൂൾസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിന്റ് വിൽ റെസ്ട്രിക്ട് ഈച്ച് xi to take value from a given set. എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിനില് നമ്മളുടെ n ട്യൂപ്പിൾ ആയിട്ടാണല്ലോ ഔട്ട്പുട്ട് എഴുതുന്നത്. x1 x2 എക്സെട്ര അപ് ടു xn. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ. അപ്പോൾ ഈ ഓരോ xiയും എവിടെ നിന്ന് വാല്യൂസ് എടുക്കും? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ x1ഉം x2ഉം അപ് ടു xy വരെ ഏതിൽ നിന്നാണ് വാല്യൂസ് എടുത്തത്? ഇറ്റ് ക്യാൻ ഓൺലി ടേക്ക് വാല്യൂസ് ഫ്രം ദിസ് സെറ്റ്. കാരണം ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് ഔട്ട്പുട്ട് എഴുതുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിലെ 1 to 5 വരെ ഇൻഡെക്സ് നമ്പേഴ്സേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്കൊരു വാല്യൂ എടുക്കാനുള്ള റൈറ്റ് ഇല്ല. അപ്പോൾ എന്താണ് ഈ എക്സൈസ് in this example the exercise x1 to x5 is only taking values from this range. ഈ റേഞ്ചിൽ നിന്ന് മാത്രമാണ് വാല്യൂസ് എടുക്കുന്നത്. അപ്പോൾ ആ കണ്ടീഷൻ അതൊരു കൺസ്ട്രെയിന്റ് ആണ്, അതൊരു റൂൾ ആണ്. അതിന് പറയുന്ന പേരാണ് എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിന്റ്. ഓക്കെ, അതാണ് എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിന്റ്. ഇനി ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇത് വെച്ച് 1 2 3 4 5 വെച്ച് ഒരുപാട് കോമ്പിനേഷൻസ് നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു റൂള്, അതായത് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ മാത്രമാണ് നമ്മളുടെ അടുത്ത കൺസ്ട്രെയിന്റ് ആയിട്ടുള്ള ബൗണ്ടിങ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ റൂൾസ് ദാറ്റ് ഡിറ്റർമിൻ വിച്ച് ട്യൂപ്പിൾ സാറ്റിസ്ഫൈ അവർ ബൗണ്ടിങ് ഫംഗ്ഷൻ ഓർ ക്രൈറ്റീരിയൻ ഫംഗ്ഷൻ, ആ റൂളിന് പറയുന്ന പേരാണ് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിന്റ്. എന്തായിരുന്നു നമ്മളുടെ ബൗണ്ടിങ് ഫംഗ്ഷന്റെ റൂള്?
ഇതായിരുന്നു നമ്മുടെ എക്സാമ്പിളിലെ ബൗണ്ടിങ് ഫംഗ്ഷന്റെ റൂൾ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഇൻഡെക്സിലുള്ള വാല്യൂ എപ്പോഴും ചെറുതോ ഈക്വലോ ആയിരിക്കണം റൈറ്റ് സൈഡിലുള്ള ഇൻഡെക്സിൽ. അപ്പോൾ അതാണ് ബൗണ്ടിങ് ഫംഗ്ഷൻ. ഇതൊരു റൂളാണ്. ഈ റൂളിന് പറയുന്ന പേരാണ് ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിന്റ്. അപ്പോൾ implicit constraints specify the rules that will determine which tuples satisfy the criterion function. അപ്പോൾ ഇതുപോലെ ഒരുപാട് ട്യൂപ്പിൾസ് ഉണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാവുന്ന ഒരുപാട് ട്യൂപ്പിൾസ് ഉണ്ട്. 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് വെച്ച് ഉണ്ടാക്കാവുന്ന a lot of tuples are there, but there is only one solution that satisfy our second constraint, that is the bounding function. So that rule is called implicit constraint. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇത് അതിനെ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി I said that constraints can be divided into two. First one is explicit constraint, second one is implicit constraint. ഇത് പറഞ്ഞു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. So you must be careful while writing the answers. Explicit constraint എന്ന് പറഞ്ഞാൽ ഓരോ എക്സൈസും എവിടെ നിന്ന് വാല്യൂസ് എടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള റൂള്. ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പോസിബിൾ ട്യൂപ്പിളിൽ നിന്നും ഏത് ട്യൂപ്പിളാണ് നമ്മൾ ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുന്നത് എന്ത് കണ്ടീഷൻ വെച്ചിട്ടാണ്, എന്ത് റൂൾ വെച്ചിട്ടാവണം നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഇസ് കോൾഡ് ദ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിന്റ്. സോ ഇസ് ഇറ്റ് ഓക്കേ? ഇസ് അപ് ടു ദിസ് ക്ലിയർ ടു യു? ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്ന ഏരിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ ട്യൂപ്പിൾ അതെന്താണ്, SI അതായത് സൊല്യൂഷൻ നമ്മൾ ഓരോ എക്സൈസും വാല്യൂസ് എടുക്കുന്നത് ഒരു പെർട്ടിക്കുലർ സെറ്റിൽ നിന്നാണ്, അതെന്താണ്. പിന്നെ ഉള്ളത് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിന്റ്. ഈ 3 ഏരിയയിലാണ് സാധാരണ കേസിൽ സ്റ്റുഡൻസിന് ഡൗട്ട് വരാറുള്ളത്. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം, ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ കാര്യം ക്ലിയർ ആണോ അല്ലയോ? പ്ലീസ് റേസ് യുവർ ഹാൻഡ് if you're satisfied with this class. Please raise your hands if you are satisfied with this class. Ansar, Ansar, please unmute your mic. Ansar, are you there? Vaishak? Mithun? So next we are moving to the first problem that can be solved by using the backtracking method, that is called n queens problem. So this is very important one. ഇനി ഇതിൽ നിന്ന് ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് n queens problem എന്ന് പറയുന്നത്. n queens പ്രോബ്ലത്തിൽ നമുക്ക് n എന്ന് പറഞ്ഞാൽ സാധാരണ കേസിൽ എന്നിന് എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാറുണ്ട്. സാധാരണ 4, 8 അങ്ങനത്തെ 16 അതുപോലത്തെ വാല്യൂസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്നിന് പകരം എൻ്റെ ഈ എക്സാമ്പിൾ ഐ എം ഗിവിംഗ് ദ വാല്യൂ 4. ശ്രദ്ധിച്ചിരിക്കണം. ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ശ്രദ്ധിച്ചാൽ ഇറ്റ് വിൽ ബി ക്ലിയർ ടു യു. വെരി സിമ്പിൾ വൺ. സപ്പോസ് യു ഹാവ് എ 4x4 ചെസ് ബോർഡ്. സോ ഐ എം എക്സ്പ്ലെയിനിങ് ദ 4 ക്വീൻസ് പ്രോബ്ലം. അപ്പോൾ ഞാനിപ്പോൾ പഠിപ്പിച്ചു തരാൻ നിങ്ങളെ പോകുന്നത് ബാക്ക് ട്രാക്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള n ക്വീൻസ് പ്രോബ്ലത്തിലാണ്. n ക്വീൻസ് പ്രോബ്ലം ഇസ് എ ജനറലൈസേഷൻ. അതൊരു ജനറൽ കൺസെപ്റ്റ് ആണ്. So whenever you are providing a value for n,
it is called that queen problem. For example, if n is equal to 4, it is called 4 queen problem. If n is equal to 8, that is called 8 queen problem, like that. And in our example, we are giving the value n is equal to 4. അതിനകത്ത് അപ്പോൾ 4 എന്ന് പറയും. അപ്പോൾ ഞാൻ 4 queens പ്രോബ്ലത്തിലേക്കാണ് ഇനി പോകുന്നത്. First, you write the heading 4 queens problem. You write the heading 4 queens problem. That is the first problem we have to solve by using the backtracking method. 4 queens problem. After writing, you just raise your hand and you draw a 4x4 chessboard like this. You draw a 4x4 chessboard like this. ഒരു chessboard എന്ന് പറയുമ്പോൾ ഒരു 2-dimensional board, ഒരു സ്ക്വയർ ബോർഡ് പോലത്തെ ഒരു ബോർഡ്. അതിന് 4 റോസും വേണം, 4 കോളംസും വേണം. ആൻഡ് യു ഓൾസോ പുട്ട് 1 to 4 ആസ് ദ റോ, 1 to 4 ആസ് ദ കോളം. ഓരോ കോളത്തിനും ഓരോ റോയ്ക്കും നിങ്ങൾ 1, 2, 3, 4 എന്ന് നമ്പേഴ്സ് കൊടുക്കുക. ടേബിളിൽ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ഫസ്റ്റ് ഒരു 4x4 ചെസ് ബോർഡ് ഡിസൈൻ ചെയ്യുക. ആഫ്റ്റർ കംപ്ലീഷൻ യു ജസ്റ്റ് പുട്ട് എ റൈസ് ഹാൻഡ് സിംബൽ. നീറ്റ് ആയിട്ട് വേണം എന്ന് പറഞ്ഞാൽ സ്കെയിലും പെൻസിലും വെച്ചിട്ടല്ല, ജസ്റ്റ് നീറ്റ്ലി യു ജസ്റ്റ് ഡ്രോ ദിസ് ഫിഗർ. So here I am putting n is equal to 4, that is I am explaining the 4 queens problem using backtracking. So you draw a 4x4 chessboard and give the row number, that is to each and every row and column you give the numbers 1 to 4. അപ്പോൾ ഇതിന് പകരം 8 queens പ്രോബ്ലം ആകുമ്പോൾ എന്താണ് പ്രത്യേകത? നിങ്ങളൊരു 8x8 ചെസ് ബോർഡ് വരയ്ക്കണം, ഇതിന്റെ ഡബിള്. ഇവിടെ നമ്മൾ അതിന്റെ കുഞ്ഞു ഫോമാണ് പഠിക്കുന്നത്. So after drawing, please raise your hand. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ട് എനിക്ക് അപ്ലോഡ് ചെയ്ത് തരണേ. നിങ്ങളിപ്പോൾ എഴുതുന്ന കാര്യങ്ങൾ എനിക്ക് അപ്ലോഡ് ചെയ്ത് തരണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 4 ക്വീൻസ് ഉണ്ട്. അപ്പോൾ 4 ക്വീൻസ് പ്രോബ്ലത്തിൽ എല്ലാം 4 എന്നുള്ള കണക്കാണ്. 4 റോ, 4 കോളം, 4 ക്വീൻ. എനിക്ക് എൻ്റെ എയിം എന്ന് വെച്ചാൽ ഐ നീഡ് ടു പ്ലേസ് ദ ക്വീൻസ് ഇൻ ദിസ് 8x8 ചെസ് ബോർഡ്. ഇപ്പൊ 8x8 ചെസ് ബോർഡിൽ നിങ്ങൾക്ക് എത്ര കള്ളികൾ കാണാൻ പറ്റുന്നുണ്ട്? 16 സ്ക്വയർ, കുഞ്ഞു കുഞ്ഞു സ്ക്വയേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ കയ്യിൽ 4 ക്വീൻസ് ഉണ്ട്. ഈ 4 ക്വീൻസിനെയും എനിക്ക് ഈ ബോർഡിൽ പ്ലേസ് ചെയ്യണം. പക്ഷെ എൻ്റെ കണ്ടീഷൻ, എൻ്റെ ബൗണ്ടിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നോ 2 queens അറ്റാക്ക്. 2 ക്വീൻസ് അറ്റാക്ക് വരാത്ത രീതിയിൽ എനിക്ക് 4 ക്വീൻസിനെ ഈ 4x4 ചെസ് ബോർഡിൽ പ്ലേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിന് ഇത്ര ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പം ഞാൻ ആ കാര്യം പറഞ്ഞിട്ടില്ല. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എൻ അറ്റാക്ക്? 2 ക്വീൻ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും 2 ക്വീൻസ് സെയിം റോയിൽ വരാൻ പാടില്ല, 2 ക്വീൻസ് സെയിം കോളത്തിൽ വരാൻ പാടില്ല, 2 ക്വീൻസ് ഡയഗണലിൽ വരാൻ പാടില്ല. 2 എന്ന് പറഞ്ഞാൽ മിനിമം നമ്പറാണ് ഞാൻ പറഞ്ഞത്. ഒരു റോ എടുത്താൽ ഒരേ ഒരു ക്വീനെ പാടുള്ളൂ, ഒരു കോളം എടുത്താൽ ഒരേ ഒരു ക്വീനെ അവിടെ പാടുള്ളൂ, ഡയഗണൽ എടുത്താലും ഒരേ ഒരു ക്വീനെ അവിടെ പാടുള്ളൂ. ഒരാൾ ഒരിടത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ റോയിലും ആ കോളത്തിലും അതിന് ഡയഗണലായിട്ടും വേറൊരൊറ്റ ക്വീൻ വരാൻ പാടില്ല. ആ രീതിയിൽ നിങ്ങൾ പ്ലേസ് ചെയ്യണം. സോ ദാറ്റ് ഈസ് കോൾഡ് ദ 4 queens പ്രോബ്ലം. Is this problem clear to you? You have a 4x4 chessboard. So here I am specifying 4 queens problem. അത് മനസ്സിൽ എപ്പോഴും ഓർക്കുക. n queen problem എന്ന് പറയുമ്പോൾ അതിന്റെ ജനറൽ ഫോം ആണ്. ഞാൻ അതിന്റെ 4 queens problem ഏറ്റവും ചെറിയൊരു പ്രോബ്ലം ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. So you have a 4x4 chessboard. You can give the numbers to rows and columns. You have 4 queens with you. You just want to place the queens on the chessboard like such that no 2 queens attack each other. So that is the bounding function. No 2 queens attack each other. So what is the meaning of attacking queens? Queens will be attacked if 2 queens or 2 or more queens are on the same row, same column or diagonal. So is this problem clear to you? Is this problem clear to you? So whenever I am asking something, please raise your hand if you are satisfied. I mean, if you understood the concept of 4 queens problem. Problem എന്താണെന്ന് മനസ്സിലായോ? എന്നിട്ട് വേണം നമുക്ക് സൊല്യൂഷനിലേക്ക് കയറാം. ഓക്കെ, അപ്പൊ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഔട്ട്പുട്ട്, അതായത് എന്റെ സൊല്യൂഷൻ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്
സപ്പോസ് ദാറ്റ് ഞാൻ ഈ ക്വീൻസിനെ പ്ലേസ് ചെയ്യുന്നത് റോ ബൈ റോ ആണ് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. അതായത് ആദ്യം നിങ്ങൾക്ക് റാൻഡം ആയിട്ടായാൽ ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ദാറ്റ് ആദ്യം ഞാൻ ഫസ്റ്റ് റോയിൽ ഒരു ക്വീനെ പ്ലേസ് ചെയ്യാൻ പോകുന്നു. എന്നിട്ട് ഞാൻ ഈ കണ്ടീഷൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ സെക്കൻഡ് റോയിൽ ക്വീനെ പ്ലേസ് ചെയ്യാൻ പോകുന്നു. സെക്കൻഡ് റോയിലും എനിക്കൊരു ക്വീനെ പ്ലേസ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ പിന്നെ തേർഡ് റോയിലേക്ക് നോക്കുന്നു. അതായത് റോ ബൈ റോ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഓർക്കുക. ഫസ്റ്റ് ക്വീന് ഫസ്റ്റ് റോയില്, സെക്കൻഡ് ക്വീനെ എന്ന് ഉദ്ദേശിച്ചത് പിന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട സെക്കൻഡ് റോ അവിടെ എവിടെ വെക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. പിന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട തേർഡ് റോയിൽ എവിടെ വെക്കണം, പിന്നെ കൺസിഡർ ചെയ്യേണ്ട ഫോർത്ത് റോയിൽ എവിടെ വെക്കണം എന്നുള്ളത്. അതായത് ആ റോയുടെ ഓർഡറിൽ തന്നെയാണ് നമ്മൾ പ്ലേസിങ് ചെയ്യാൻ പോകുന്നത്. So I'm representing the solution vector. എത്ര ട്യൂപ്പിൾ ആയിട്ടായിരിക്കണം ഞാൻ റെപ്രസെന്റ് ചെയ്തത്? എൻ്റെ എയിം ഇത്രയേ ഉള്ളൂ. I'm just specifying the column number in which the ith queen is placed in the ith row. അതായത് ഞാനിപ്പോൾ ഒരു ഫിഗർ കാണിച്ചു തരാം. ഈ ഫിഗറിൽ നിങ്ങൾക്ക് ഒരു അറേഞ്ച്മെന്റ് കാണാം. ഈ അറേഞ്ച്മെന്റ് ഞാൻ ആൻസർ ആണെന്നൊന്നും പറയുന്നില്ല, ആൻസർ അല്ല എന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ് മീൻസ് യു ഹാവ് ടു ടെൽ. അപ്പൊ ഈ ഒരു അറേഞ്ച്മെന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ഞാൻ ഫസ്റ്റ് റോയിൽ കൺസിഡർ ചെയ്യുന്നു. ഫസ്റ്റ് റോയിൽ എത്രാമത്തെ കോളത്തിലാണ് പ്ലേസ് ചെയ്യുന്നത്? ഓക്കെ, കോളം നമ്പർ. ഫസ്റ്റ് റോയിൽ ഞാൻ ഏത് കോളം നമ്പർ ആണ്? സെക്കൻഡ് റോയിൽ ഞാൻ ഏത് കോളം നമ്പറിലാണ്? തേർഡ് റോയിൽ ഞാൻ ഏത് കോളം നമ്പറിലാണ്? ഫോർത്ത് റോയിൽ ഞാൻ ഏത് കോളം നമ്പറിലാണ്? സോ ഞാൻ ഈ കോളം നമ്പറിനെയാണ് സൊല്യൂഷൻ ആയിട്ട് എഴുതാൻ പോകുന്നത്. ഓക്കെ, സൊല്യൂഷൻ അല്ല, ഞാൻ എൻ ട്യൂപ്പിൾ ആയിട്ട് എഴുതുന്നതിൽ ഓരോ xi വാല്യൂസ് എന്ന് പറയുന്നത് ദ കോളം നമ്പർ. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ ഞാൻ എൻ്റെ കോളം നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര ട്യൂപ്പിൾ ആയിട്ടാണ് ഈ ആൻസർ എഴുതുന്നത്? ഇതിന്റെ ആൻസർ എത്ര ട്യൂപ്പിൾ ആയിട്ടാണ് എഴുതുന്നത്? ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ, എത്ര ട്യൂപ്പിൾ ആയിട്ടാണ് നിങ്ങൾ ആൻസർ എഴുതുന്നത്? ഏത് കോളത്തിലാണ് ഓരോ എന്താ പറയുക, ഓരോ ക്വീനും ഏത് കോളത്തിലാണ്? അപ്പൊ ഫസ്റ്റ് റോയിൽ ഏത് കോളത്തിലാണ്, സെക്കൻഡ് റോയിൽ ഏത് കോളത്തിലാണ്, തേർഡ് റോയിൽ ഏത് കോളത്തിലാണ്, ഫോർത്ത് റോയിൽ ഏത് കോളത്തിലാണ്? അതാണ് ഞാൻ എഴുതാൻ ആൻസർ. അതായത് ട്യൂപ്പിളിലെ ഓരോ എക്സൈസ് എന്ന് പറയുന്നത് കോളം നമ്പർ ഇൻ വിച്ച് ith ക്വീൻ ഈസ് പ്ലേസ്ഡ്. അപ്പൊ ഫസ്റ്റ് ക്വീൻ ഫസ്റ്റ് റോയിൽ ഏത് കോളത്തിലാണ്, സെക്കൻഡ് ക്വീൻ സെക്കൻഡ് റോയിൽ ഏത് കോളത്തിലാണ്, അങ്ങനെയാണ് എഴുതാൻ പോകുന്നത്. സോ യു നോ ദാറ്റ് ദ ആൻസർ ഈസ് റെപ്രസെന്റഡ് ആസ് 4 ട്യൂപ്പിൾസ്. അപ്പൊ നിങ്ങൾ ആദ്യം 4 ലൈൻ അങ്ങ് വരയ്ക്കുക. ഫസ്റ്റ് ലൈൻ കോമ, ഇവിടെ കോമ ഉണ്ട് കേട്ടോ, സെക്കൻഡ് ലൈൻ കോമ, തേർഡ് ലൈൻ. സോ ഐ വിൽ റെപ്രസെന്റ് ദ സൊല്യൂഷൻ ആസ് 4 ട്യൂപ്പിൾസ്. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് ലൈൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫസ്റ്റ് റോയിൽ എത്രാമത്തെ കോളത്തിലാണ്. സെക്കൻഡ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെക്കൻഡ് റോയിൽ എത്രാമത്തെ കോളത്തിൽ. തേർഡ് ലൈൻ ഉദ്ദേശിക്കുന്നത് തേർഡ് റോയിൽ എത്രാമത്തെ കോളത്തില്. ഫോർത്ത് ലൈൻ ഉദ്ദേശിക്കുന്നത് ഫോർത്ത് റോയിൽ എത്രാമത്തെ കോളത്തിൽ. അപ്പോൾ ഈ അറേഞ്ച്മെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ ട്യൂപ്പിൾ 4 ട്യൂപ്പിൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഫസ്റ്റ് വൺ, മിഥുൻ, ഗിവ് മീ ദ ആൻസർ ഓഫ് ഫസ്റ്റ് വൺ. മിഥുൻ, give me the answer of first one. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. ഇവിടെ ഫസ്റ്റ് ഞാൻ ഇവിടെ ഡാർക്കൻ ചെയ്തിട്ടുള്ള ഡാഷിൽ ഞാൻ എന്ത് വാല്യൂ എഴുതണം? അതായത് ഫസ്റ്റ് റോയില് എത്രാമത്തെ കോളത്തിലാണ് എൻ്റെ ക്വീൻ ഇരിക്കുന്നത്? ആ കോളം നമ്പർ പറഞ്ഞു തന്നെ. ആ ഫസ്റ്റ് ഞാനിപ്പോ ഒരു പടം വരച്ച് കാണിച്ചിട്ടില്ലേ, സ്ക്രീനിൽ നോക്കിയാൽ കാണാം ഒരു പടം. ആ പടത്തില് ഫസ്റ്റ് റോയില് എത്രാമത്തെ കോളത്തിലായിട്ടാണ് ഫസ്റ്റ് ക്വീനെ ഞാൻ വെച്ചേക്കണത്? ഉറക്കെ പറയാം. 1. ഓക്കെ, നെക്സ്റ്റ് വൺ, റിവിൻ. റിവിൻ, ആ സെക്കൻഡ് റോയില് ഞാൻ എത്രാമത്തെ കോളത്തിലാണ് വെച്ചേക്കണത്? സെക്കൻഡ് റോയില് രണ്ടാമത്തെ കോളം. അല്ല, സെക്കൻഡ് റോയില് മൂന്നാമത്തെ കോളം. ഓക്കെ, വൈശാഖ് തേർഡ് റോയിൽ എത്രാമത്തെ കോളത്തിലാണ് കിടക്കുന്നത്? വൈശാഖ്. പ്രവീൺ തേർഡ് റോയില് എത്രാമത്തെ കോളത്തിലാണ് കിടക്കണത്? തേർഡ് റോയില് എന്റെ പടത്തില് വെച്ചിട്ട് തേർഡ് റോയിൽ എത്രാമത്തെ കോളത്തിലാണ് കിടക്കണത്?
Praveen, unmute your mic. പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. തേർഡ് വണ്ണില് ഒന്ന് ആൻസർ ചാറ്റ് ബോക്സിൽ ഇട്ട് എല്ലാവരും. If you are supporting me, please answer. Yes. അടുത്തതില് നമ്മൾ 4th റോ കോളത്തിലാണ് കിടക്കുന്നത്. ലാസ്റ്റ് വണ്ണിലോ? ലാസ്റ്റ് റോയില് സെക്കൻഡ് വൺ. വെരി ഗുഡ്. അപ്പോൾ ഇതാണ് ഈ പടത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ട്യൂപ്പിൾ. 1 3 4 2. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തില്, സെക്കൻഡ് റോയില് തേർഡ് കോളത്തില്, തേർഡ് റോയില് ഫോർത്ത് കോളത്തില്, ലാസ്റ്റ് റോയില് സെക്കൻഡ് കോളത്തില്. ഈ ഐഡിയ ക്ലിയർ ആയോ? ഇതിൽ ഓരോ xi വാല്യൂസും റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഇത് x1, ഇത് x2, ഇത് x3, ഇത് x4. ഇത് ഓരോന്നും എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? The column number in which the ith row is placed on the ith queen is placed on the ith row. അതായത് ഇത് ഫസ്റ്റ് ക്വീനെ ഫസ്റ്റ് റോയിൽ എവിടെ വെച്ചേക്കുന്നു? ഇതെന്റെ സെക്കൻഡ് ക്വീൻ സെക്കൻഡ് റോയിൽ എവിടെ ഏത് കോളത്തിൽ വെച്ചേക്കുന്നു? എന്റെ തേർഡ് ക്വീൻ തേർഡ് റോയിൽ ഏത് കോളത്തിൽ വെച്ചേക്കുന്നു? എന്റെ ഫോർത്ത് ക്വീൻ ഫോർത്ത് റോയിൽ ഏത് കോളത്തിൽ വെച്ചേക്കുന്നു? Is it clear? So each exercise represents the column number in which ith queen is placed in the ith row. ഇതാണ് എന്റെ ഫസ്റ്റ് ക്വീൻ ഫസ്റ്റ് റോയില്. ഇതെന്റെ സെക്കൻഡ് ക്വീൻ സെക്കൻഡ് റോയില്. അപ്പോൾ ഇത് മനസ്സിലോർക്കുക, ith ക്വീനെ ഞാൻ ith റോയിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഫസ്റ്റ് ക്വീനെ ഫസ്റ്റ് റോയിലേ വെക്കുകയുള്ളൂ, സെക്കൻഡ് ക്വീനെ സെക്കൻഡ് റോയിലേ വെക്കുകയുള്ളൂ, തേർഡ് ക്വീനെ തേർഡ് റോയിലേ വെക്കുകയുള്ളൂ, ഫോർത്ത് ക്വീനെ ഫോർത്ത് റോയിലേ വെക്കുകയുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ് എനിക്ക് വേണ്ടത്? ഏത് കോളത്തിലാണോ ഓരോന്ന് വെച്ചേക്കണെന്നുള്ളതാണ് ഞാൻ ആൻസർ ആയിട്ട് എഴുതുന്നത്. സോ ഈച്ച് xi വാല്യൂസ് വിൽ റെപ്രസെന്റ് ദ column number in which ith queen is placed. So that is the meaning of the x1, x2, x3, x4, etc. അപ്പൊ x1 എന്ന് പറഞ്ഞാല് ഫസ്റ്റ് റോയില് ഫസ്റ്റ് ക്വീനെ ഏത് കോളത്തിൽ വെച്ചേക്കുന്നു. x2 എന്ന് പറഞ്ഞാല് സെക്കൻഡ് റോയില് സെക്കൻഡ് ക്വീനെ ഏത് കോളത്തിൽ വെച്ചേക്കുന്നു. ലൈക്ക് ദാറ്റ്. So is this idea clear to you? Please raise your hand if the idea is clear. അപ്പൊ ഇതിന്റെ ഒരു ആൻസർ നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പൊ ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്ന ഫിഗർ ഒരു സൊല്യൂഷൻ ആണോ അല്ലയോ? ഞാൻ ഈ പറയുന്ന കണ്ടീഷനനുസരിച്ച്, അതായത് നോ ടു ക്വീൻസ് അറ്റാക്ക് എന്ന് പറഞ്ഞ പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? യെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ആൻസർ, നോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ആൻ ആൻസർ. ഞാനിപ്പോൾ ടേബിളിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഒരു അറേഞ്ച്മെന്റ്. ഈ 4 ക്വീനെ ഞാൻ ഒരു രീതിയിലൊക്കെ കൊണ്ട് വച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? യെസ് മീൻസ് ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആരാണ് പ്രശ്നം ഇതില്? ഏതൊക്കെ ക്വീൻസ് ആണ് അറ്റാക്ക് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ ഒരു ക്വീൻ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്വീൻ ഇരിക്കുന്നതിന്റെ മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക, അതായത് ആ കോളം മൊത്തം നോക്കുക, അവിടെ വേറെ ആരും വരാൻ പാടില്ല. പിന്നെ നിങ്ങൾ ആ ക്വീൻ ഇരിക്കുന്ന റോ മൊത്തം നോക്കുക, അവിടെ വേറെ വരാൻ പാടില്ല. ആ ക്വീനിന്റെ ഡയഗണൽ പൊസിഷൻസ് നോക്കുക. ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അത് ഡയഗണൽ ലെഫ്റ്റ് ടു റൈറ്റോ റൈറ്റ് ടു ലെഫ്റ്റോ ഒക്കെ ആവാം. അപ്പൊ ഡയഗണൽ പൊസിഷൻസ് നോക്കുക. അവിടെ എല്ലാം നോക്കുമ്പോൾ വേറെ ആരും അവിടെ ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ you got the answer. പക്ഷെ ഈ കേസിൽ ഞാൻ നോക്കുവാണ്, ഫസ്റ്റ് ഞാൻ Q1നെ എടുത്തു. Q1ന്റെ റോ ഇതാണ്, അവിടെ വേറെ ആരുമില്ല, കുഴപ്പമില്ല. Q1ന്റെ കോളം എവിടെയാണ്? അവിടെയും ആരുമില്ല, കുഴപ്പമില്ല. അപ്പൊ Q1 പ്രശ്നമില്ല, ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. നെക്സ്റ്റ് ഐ ആം ടേക്കിംഗ് ദ സെക്കൻഡ് ക്വീൻ. Q2നെ എടുക്കുക. സോ Q2നെ എടുക്കുമ്പോൾ ഐ വിൽ യൂസ് അനദർ കളർ. Q2നെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റോയില് വേറെ ആരുമില്ല, ദാറ്റ്സ് ഓക്കെ. അയാൾ ഇരിക്കുന്ന കോളത്തിലും വേറെ ആരുമില്ല, അപ്പൊ അയാളും വലിയ പ്രശ്നക്കാരനില്ല. പക്ഷെ അയാളുടെ ഡയഗണൽ നോക്കിയപ്പോൾ എന്താണ്? അവിടെ വേറൊരാൾ ഇരിപ്പുണ്ട്. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഡയഗണൽ, Q2ന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു സ്റ്റാർ വരച്ചേക്കുന്ന പൊസിഷൻസോ, ഈ 2 പൊസിഷൻസും ആണ് അതിന്റെ ഡയഗണൽ. അപ്പൊ ഇപ്പുറത്തെ സ്റ്റാറിലുണ്ട് Q3 ഇരിപ്പുണ്ട്. സോ ദേ വിൽ അറ്റാക്ക്. ദാറ്റ് മീൻസ് ദാറ്റ് ദിസ് ഇസ് നോട്ട് എ സൊല്യൂഷൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കാണിച്ചു തരട്ടെ ഞാൻ. സോ ഐ വിൽ ഷോ യു അനദർ സൊല്യൂഷൻ. മിസ് അത് വൈശാഖാണ്.
അവിടെ ചെന്നപ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെ പെയിന്റ് പണി നടക്കാം. അപ്പൊ ഒരു സാധനം ആവശ്യം വിളിച്ചു, പണിക്കാർ വിളിച്ചപ്പോ പോയിക്കായിരുന്നു. So please mute your mic. Can you see the figure? ഈ ഫിഗറിലുള്ളത് ഈ പറയുന്ന കാര്യങ്ങള് സൊല്യൂഷൻ ആണോ? ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന ഫിഗർ ഒരു സൊല്യൂഷൻ ആണോ അല്ലയോ എന്നൊന്ന് ആൻസർ പറഞ്ഞേ. ഫസ്റ്റ് ഓരോ റോ ബൈ റോ നോക്കണം. ആ റോയില് വേറെ എലമെന്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. അത് ഇരിക്കുന്ന കോളത്തിൽ എലമെന്റ്സ് ഉണ്ടോ എന്ന് നോക്കുക. അവർക്ക് ഡയഗണൽ ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്യൂപ്പിൾ, അതിന്റെ ആൻസർ അതിനെങ്ങനെ ട്യൂപ്പിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമെന്ന് പറഞ്ഞു തന്നെന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചേ, ചാറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് അയച്ചേ. ഈ ഒരു റെപ്രസെന്റേഷന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ട്യൂപ്പിൾ ഏതൊക്കെയാണ്? ഞാനിപ്പോൾ കാണിച്ചേക്കുന്ന ആൻസറിന്റെ 4 ട്യൂപ്പിൾ. ഞാനിപ്പോൾ കാണിച്ചു തന്നേക്കുന്നതിന്റെ 4 ട്യൂപ്പിൾ 1 2 3 4 4 സ്പേസ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് സ്പേസിൽ ഏതാ വരിക? ഫസ്റ്റ് ക്വീൻ സെക്കൻഡ് കോളത്തില്, സെക്കൻഡ് ക്വീൻ ഫോർത്ത് കോളത്തില്, തേർഡ് ക്വീൻ ഫസ്റ്റ് കോളത്തില്, ഫോർത്ത് ക്വീൻ തേർഡ് കോളത്തില്. ഇത് ആൻസർ ആണോ അല്ലയോ? ആൻസർ ആണെങ്കിൽ യെസ് അടിക്കുക, ആൻസർ അല്ലെങ്കിൽ നോ അടിക്കുക. If this is an answer, yes. If this is not an answer, no. യെസ് ആണ്. കാരണം എന്താ? പറഞ്ഞ കണ്ടീഷൻ ഞാൻ ആദ്യത്തെ റോയിൽ നോക്കി. ആദ്യത്തെ റോയിൽ ഇവിടെയാണ് ഇരിക്കുന്നത്. അയാളുടെ അടിയിൽ വരുന്ന റോയിലും ആരുമില്ല, അയാൾക്ക് നേരെയുള്ള കോളത്തിലും വേറെ ക്വീൻ ആരുമില്ല, അയാൾക്ക് ഡയഗണലും ആരുമില്ല. ഓക്കെ, അപ്പൊ അക്കാര്യം ഓക്കെ ആയി. ഇനി അടുത്തത് ആരാണ്? അടുത്ത ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സെക്കൻഡ് ക്വീനെ നോക്കി. സെക്കൻഡ് ക്വീൻ ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ അതിന്റെ റോ ഞാൻ യെല്ലോ കളറിൽ കാണിക്കാം. അതിന്റെ റോയിൽ ആരുമില്ല, അതിന്റെ കോളത്തിൽ മുകളിലും ഇല്ല, താഴെയും ഇല്ല. അതിന്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? അതിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ സൈഡിലാണ് ഡയഗണൽ വരുന്നത്, അവിടെ ആരുമില്ല. സോ ദാറ്റ് ഇസ് ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വീൻ. തേർഡ് ക്വീൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇരിക്കുന്നത്, അതായത് ഫസ്റ്റ് കോളത്തിലാണ്. അയാളുടെ റോയിൽ ആരുമില്ല, അയാളുടെ കോളത്തിൽ താഴെയില്ല, മുകളിലും ഇല്ല. അയാളുടെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മുകളിലേക്കുള്ള ലൊക്കേഷൻസ് ആണ്, അവിടെയും ആരും വന്നിട്ടില്ല. ഇനി ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർത്ത് ക്വീൻ്റെ കേസിൽ ഇവിടെയാണ്, തേർഡ് കോളത്തിലാണ് ഇരിക്കുന്നത്. അയാൾ ഇരിക്കുന്ന കോളത്തിൽ ആരുമില്ല, അയാൾ ഇരിക്കുന്ന റോയിൽ ആരുമില്ല. അയാൾക്ക് ഡയഗണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി പൊസിഷൻസ് ആണ് ഡയഗണൽ, അവിടെയും ആരുമില്ല. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻസർ ആയി. സോ ദിസ് ഈസ് വൺ ഓഫ് ദ സൊല്യൂഷൻ. ബട്ട് ദർ ഇസ് വൺ മോർ സൊല്യൂഷൻ ഫോർ ദിസ് വൺ. ഇത് വേറൊരു സൊല്യൂഷനാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ അല്ലല്ലോ. നേരത്തെ ചെയ്തത് ഫസ്റ്റ് റോയിൽ ഇവിടെയാണ്, സെക്കൻഡ് കോളത്തിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? ഇതിന്റെ ആൻസർ ഒന്ന് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇട്ടേ. ഈ ആൻസർ, ദിസ് ഇസ് ഓൾസോ അനദർ ആൻസർ ഫോർ ദ സെയിം പ്രോബ്ലം. അതിന്റെ ആൻസർ ഒന്ന് നിങ്ങൾ 4 ട്യൂബിൾസ് ഇട്ടേ. യെസ്, ഫസ്റ്റ് ക്വീൻ ഫസ്റ്റ് റോയില് എവിടെ ഇരിക്കുന്നു? തേർഡ് കോളത്തിൽ. സെക്കൻഡ് ക്വീൻ ഫസ്റ്റ് കോളത്തിൽ, തേർഡ് ക്വീൻ ഫോർത്ത് കോളത്തിൽ, ലാസ്റ്റ് ക്വീൻ സെക്കൻഡ് കോളത്തിൽ. ഇതാണ് ഇപ്പോഴത്തതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 ട്യൂപ്പിൾ. ഇതാണ് നേരത്തെ ചെയ്തതിൻ്റെ 4 ട്യൂപ്പിൾ. ഇവർ രണ്ടുപേരുമാണ് ആൻസേഴ്സ്. 2 ആൻസർ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ചില പ്രോബ്ലത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സോർട്ടിങ്ങിന്റെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് ഒരേ ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്ന പ്രോബ്ലത്തിന് 2 ഔട്ട്പുട്ട്സ് ഉണ്ട്, രണ്ടും നമ്മൾ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ദ 4 ട്യൂപ്പിൾ. ദാറ്റ് ഇസ് ദ മീനിങ് ഓഫ് ദ 4 ക്വീൻസ് പ്രോബ്ലം. അപ്പൊ ഈ 4 ക്വീൻസ് പ്രോബ്ലത്തിന്റെ ഐഡിയ ക്ലിയർ ആയോ? ഈ 4 ക്വീൻസ് പ്രോബ്ലം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്താണ് ഈ n ട്യൂപ്പിൾ എന്ന് പറഞ്ഞതിൽ. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 4 ട്യൂപ്പിൾ ആണ്. ഈ 4 ട്യൂപ്പിൾ എന്ന് പറയുമ്പോൾ 4 ഡാഷ് ഉണ്ടെന്ന് മനസ്സിൽ ഓർക്കുക. ആ 4 ഡാഷിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? കോളം നമ്പർ ഇൻ വിച്ച് ith ക്വീൻ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ith റോ. ith റോ അതിൽ ith ക്വീൻ. അപ്പോൾ ith ക്വീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്വീനും 1 2 3 4 നമ്പേഴ്സ് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ക്വീനെ ഫസ്റ്റ് റോയിൽ വെക്കണമെന്ന് വിചാരിക്കുക. അവിടെ എവിടെ വെക്കും? ഏത് കോളത്തിൽ വെക്കും?
സെക്കൻഡ് ക്വീനെ സെക്കൻഡ് റോയിൽ വെക്കുകയെന്ന് വിചാരിക്കുക, അതിനെ എവിടെ വെക്കും? സോ ദാറ്റ് ഇസ് യു ആർ റൈറ്റിംഗ്, യു ആർ ആക്ച്വലി റൈറ്റിംഗ് ദ കോളം നമ്പേഴ്സ്. കോളം നമ്പേഴ്സിനെയാണ് നമ്മൾ അവിടെ n ട്യൂപ്പിളായിട്ട് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്ന കോളം നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് ക്വീനെ ഫസ്റ്റ് റോയിൽ എവിടെ പ്ലേസ് ചെയ്തു. സെക്കൻഡ് വന്ന കോളം നമ്പർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വീനെ സെക്കൻഡ് റോയിൽ എവിടെ പ്ലേസ് ചെയ്തു. സോ ലൈക്ക് ദാറ്റ് യു ഹാവ് ടു റൈറ്റ്. അപ്പോൾ അങ്ങനെ എഴുതുന്നതാണ് അതിന്റെ ആൻസർ. സോ ഈ പറഞ്ഞ ഐഡിയ ക്ലിയർ ആയോ ഇല്ലയോ? So can you explain the constraints? What will be the explicit constraint in this case? What will be the explicit constraint in this case? So I will show you the concept of explicit constraint. So വായിച്ചു നോക്കിയിട്ട് നമ്മളുടെ ഈ എക്സാമ്പിളിലെ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻ എന്താണ്? നമ്മളുടെ ഈ എക്സാമ്പിളിലെ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻ എന്താണ്? So what is the meaning of explicit constraint? It will specify, these are the rules that will specify or that will restrict each exercise to take values from a particular set. So what is the explicit constraint in our case? അതിനൊന്ന് സെറ്റ് ആയിട്ട് കാണിച്ചു തന്നെ. എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ എക്സ്ഐയും, എക്സ്ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ 4 ട്യൂപ്പിൾ ആണല്ലോ, x1 x2 x3 x4. ഇവർ എവിടെ നിന്ന് വാല്യൂസ് എടുക്കും? വാല്യൂസ് എടുക്കുന്നത്? ഇവർക്ക് വരാവുന്ന പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണ്? യു ജസ്റ്റ് പുട്ട് ദ നമ്പേഴ്സ് ഇൻ, സെറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, യു ജസ്റ്റ് പുട്ട് ഓരോ എക്സൈസിനും ഏതൊക്കെ വാല്യൂസേ വരാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഓരോ എക്സൈന് ഉദ്ദേശിച്ചത് എന്താ? കോളം നമ്പേഴ്സ്. എത്ര കോളം നമ്പറേ നമ്മുടെ കയ്യിൽ ആകെ ഉള്ളൂ? 4 കോളം നമ്പർ. അപ്പൊ ആകെ ഈ കോളം നമ്പറിന് വരാവുന്ന വാല്യൂസ് ഏതൊക്കെയാ? 1 2 3 4. അത്രയും വാല്യൂസ് കോളം നമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ദാറ്റ് ഇസ് ദ എക്സ്പ്ലിസിറ്റ് കൺസ്ട്രെയിൻ. വാട്ട് വിൽ ബി ദ ഇംപ്ലിസിറ്റ് കൺസ്ട്രെയിൻ? അതായത് നമ്മുടെ ബൗണ്ടിങ് ഫംഗ്ഷൻ എന്താണ്? What is the bounding function? Bounding function എന്ന് പറഞ്ഞാൽ no two queens attack. അതായത് no two queens can be on the same row, same column or diagonal. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഞാൻ ഇന്നിപ്പോ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? If it is clear to you, please raise your hand. Clear ആയോ? അപ്പൊ ഇന്ന് ഞാൻ അത്രയും കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. നാളെ ഇതിന്റെ അൽഗോരിതം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ 8 ക്വീൻസ് പ്രോബ്ലത്തിലേക്കും കൂടെ കയറണം. അപ്പൊ ഇത് ക്ലിയർ ആയാൽ 8 ക്വീൻസ് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക്. So we can wind up now. Thank you so much.